വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങളാണ് മുഖ്യമായും ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇതിനോടകം ഞാൻ പല പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിവെച്ച ഒരു മതപ്രബോധന രേഖയാണ്. വെനസ്ഡേ കാറ്റക്കേസിസ് ആണ്. സുവിശേഷത്തിലെ സംഭവങ്ങൾ, ഉപമകൾ എടുത്ത് വ്യാഖ്യാനിച്ച് പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ സന്ദേശം വിശദീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമം ലയോ മാർപ്പാപ്പയും അത് തന്നെ പിന്തുടരുകയാണ് ചെയ്തത്. മാർപ്പാപ്പ നടത്തിയ ഒരു ബൈബിൾ സംഭവത്തിൻ്റെ വ്യാഖ്യാനമാണ്, അദ്ദേഹം തന്നെ നൽകിയ കാര്യമാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് പങ്കുവയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാനതൊന്ന് വായിക്കാം. സുവിശേഷം നമ്മൾ നേരിട്ട് കേൾക്കുന്നതും വളരെ അർത്ഥവത്താണല്ലോ. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ്. 46 മുതലുള്ള വചനങ്ങളാണ് വായിക്കുന്നത്. മാർപ്പാപ്പ അങ്ങനെ തന്നെയാണ് ചെയ്തത്. മാർപ്പാപ്പയല്ല, ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, മാർപ്പാപ്പയുടെ സന്ദേശത്തിന് തൊട്ട് മുമ്പ് ഈ വചനം വായിക്കാറുണ്ട്. ബർത്തിമേയൂസിന് കാഴ്ച നൽകുന്ന സംഭവമാണ്, ഒരു സൗഖ്യം നൽകുന്ന സംഭവമാണത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമാന സുവിശേഷകരെല്ലാവരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈശോയും ശിഷ്യന്മാരും ജെറീക്കോയിലെത്തി. ഈശോ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടു പോകുമ്പോൾ തിമയോസിൻ്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രയനായ ഈശോയാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി ഈശോയുടെ അടുത്തെത്തി. ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരോ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈശോ പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ഈശോയെ അനുഗമിച്ചു. മാർപ്പാപ്പ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വിചിന്തനമാണ് തന്നെ കേട്ട ആളുകളോട്. ഇത് നടത്തുന്നത് ജൂൺ മാസം 11-ാം തീയതിയാണ് എന്ന് ഓർക്കുക. പ്രത്യാശ കൈവിടരുത് എന്ന സന്ദേശമാണ് മാർപ്പാപ്പ ഈ സംഭവത്തിന് നൽകുന്നത്. നമുക്കറിയാം, പ്രത്യാശയുടെ ഒരു വർഷമാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന സന്ദേശമാണ് ഈ ജൂബിലി വർഷത്തിൻ്റേത്. ജൂബിലി വർഷം അതിൻ്റെ അവസാനത്തോടെ അടുത്തുകൊണ്ടിരിക്കുന്ന നാളുകൾ കൂടിയാണ്. മാർപ്പാപ്പ ഇതിന് നൽകുന്ന സന്ദേശം, അതിൻ്റെ വിചിന്തനം നമുക്ക് കേൾക്കാം. ഈ പ്രബോധനത്തിലൂടെ ഈശോയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു സുപ്രധാന വശത്തേക്ക് മാർപ്പാപ്പ പറയുകയാണ്. അതായത് അവൻ്റെ രോഗശാന്തിയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാർപ്പാപ്പ അതാണ് പറയുന്നത്. ഇക്കാരണത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകവും ദുർബലവുമായ കാര്യങ്ങൾ, രോഗം നമുക്ക് എപ്പോഴും വേദനയാണ്, നമ്മളെ ദുർബലരാക്കുകയും ചെയ്യുന്ന കാര്യമാണ്.
നിങ്ങൾ കുടുങ്ങിപ്പോയതും പെട്ടുപോയതുമായി തോന്നുന്ന സന്ദർഭങ്ങൾ ഈശോ മിശിഹായുടെ ഹൃദയത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അത് സംഭവിക്കും. അതുകൊണ്ടാണ് മാർപ്പാപ്പ അത് പറയുന്നത്. നമ്മുടെ നിലവിളി കേൾക്കാനും നമ്മെ സുഖപ്പെടുത്താനും നമുക്ക് വിശ്വാസത്തോടെ കർത്താവിനോട് അപേക്ഷിക്കേണ്ടതുണ്ട്. ഇത് അങ്ങനെ ചെയ്താൽ ഇത് സംഭവിക്കും. എന്തൊക്കെയാണ് നമ്മുടെ നിലവിളി കേൾക്കാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മെ സുഖപ്പെടുത്താനും നമ്മൾ പ്രാർത്ഥിക്കണം. ചെയ്യേണ്ടത് വിശ്വാസത്തോടെയാണ്. വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ കർത്താവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് ഓർത്തോണം. നമുക്കറിയാമല്ലോ, സ്വന്തം നാട്ടിൽ അവൻ പ്രസംഗിച്ചു, അവരവനെ സ്വീകരിച്ചില്ല. അവർ കളിയാക്കി ഒരു തണക്കിൽ, ആ അച്ഛൻ്റെ മകനല്ലേ ഇവൻ എന്ന് പറഞ്ഞ് അവനെ പുച്ഛിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കർത്താവിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് നാം വായിക്കുന്നു. തുടർന്ന് അവൻ പോയത് കഫർനാമിലേക്കാണ്. ഈശോയുടെ പട്ടണമെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അവിടെ ചെന്ന ഉടനെ അവരെല്ലാവരും സ്വീകരിച്ചു. അവൻ പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം നൽകി. ആ നാട്ടിലുള്ള എല്ലാ രോഗികളെയും അവൻ്റെ അവിടെയൊക്കെ കൊണ്ടുവന്നു. അവൻ അവരുടെ മേൽ കൈവച്ചു, പ്രാർത്ഥിച്ചു, സൗഖ്യം ലഭിച്ചു എന്ന് സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുക പ്രധാനപ്പെട്ടതാണ്. മാർപ്പാപ്പ അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ടവരായി നമുക്ക് തോന്നുമ്പോഴും ഒരിക്കലും പ്രത്യാശ കൈവിടരുത് എന്ന് മനസ്സിലാക്കാൻ ഈ കഥാപാത്രം നമ്മളെ സഹായിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ബർത്തമിയോസ് നമ്മെ സഹായിക്കുന്നു. ഈശോ ജെറിക്കോയിൽ കണ്ടുമുട്ടിയ ബർത്തമേയൂസ് അന്ധനും യാചകനുമായ ഒരു മനുഷ്യനാണ്. നമ്മൾ കേട്ടല്ലോ, അവൻ അന്ധനാണ്, അതുപോലെ തന്നെ യാചകനുമാണ്. കാരണം വേറെ മാർഗമൊന്നുമില്ല, അവൻ ഭിക്ഷ യാചിച്ച് ജീവിക്കുകയാണ്. ആ സ്ഥലം അർത്ഥവത്താണ്. ജെറിക്കോയെക്കുറിച്ച് മാർപ്പാപ്പ പറയുകയാണ്, അർത്ഥവത്താണ്. എന്താണത്? ഈശോ ജെറൂസലേമിലേക്ക് പോകുന്നു. ജെറിക്കോയിൽ നിന്ന് ജെറൂസലേമിലേക്ക്, മുകളിലേക്കാണ്. ഇത് ഏറ്റവും താഴെയുള്ള സ്ഥലമാണ്. പക്ഷേ അവൻ തൻ്റെ യാത്ര ആരംഭിക്കുന്നത് സമുദ്രനിരപ്പിന് താഴെയുള്ള നഗരമായ ജെറിക്കോയുടെ താഴ്ചയിൽ നിന്നാണ് ഉയരത്തിലേക്ക് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും താഴ്ചയുള്ള സ്ഥലം എന്നാണ് ജെറിക്കോ പറയുന്നത്. അവിടെയാണല്ലോ ചാവ് കടലുള്ളത്. നമുക്കറിയാം, അതിനപ്പുറം വെള്ളം ഇങ്ങോട്ടും പോകാനില്ല, താഴെയാണ്. അപ്പോൾ അവിടെ കിടന്ന് അവിടെ എല്ലാ ധാതു ലവണങ്ങളും കൊണ്ട് അവിടെ നമ്മൾ കയറി നടന്നാൽ താഴെ പോയില്ല, മുങ്ങിപ്പോയില്ല. അത്രമാത്രം കഠിനമായ അവിടെ നിൽക്കുന്നത്. ഏറ്റവും താഴ്ചയുള്ള സ്ഥലമാണ് അതെന്ന് നമുക്കറിയാം. ആ സ്ഥലം അർത്ഥവത്താണ്. ഈശോ ജെറൂസലേമിലേക്ക് പോവുകയാണ്. പക്ഷേ അവൻ തൻ്റെ യാത്ര ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സമുദ്രനിരപ്പിന് താഴെയുള്ള നഗരമായ ജെറിക്കോയുടെ താഴ്ചയിൽ നിന്നാണ്. ഇൻവേർട്ടഡ് കോമാസിലാണ് താഴ്ച. വാസ്തവത്തിൽ താഴേക്ക് വീണുപോയ നമ്മെ ഓരോരുത്തരെയും മാർപ്പാപ്പ പറയുകയാണ്, പ്രതിനിധാനം ചെയ്യുന്ന ആദാമിനെ തിരികെ കൊണ്ടുവരാനാണ് അവൻ മരണം വരിച്ചത്. ജെറുസലേമിലാണ് അവൻ മരിച്ചത്. നമുക്കറിയാം, ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഈശോയുടേത്. പരസ്യജീവിതം അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ മരണത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അവൻ എന്തിനാണ് അവിടെ വന്നത്? ഇത്രയും താഴ്ന്നു കിടക്കുന്ന പാപികളായ നമ്മെ, ആദത്തിൻ്റെ മക്കളെ രക്ഷിക്കാനാണ് അവൻ താഴേക്ക് വന്നത്. ഈ വാക്കിനെപ്പറ്റി മാർപ്പാപ്പ അല്പം പറയുകയാണ്. ബർത്തിമയൂസ് എന്നാൽ തിമയൂസിൻ്റെ പുത്രൻ എന്നാണ് അർത്ഥം. ബർത്തിമേയൂസ്, തിമയൂസിൻ്റെ പുത്രൻ. അതിന് ഒരു അർത്ഥമുണ്ട്. ഒരു ബന്ധത്തിലൂടെയാണ് ആ മനുഷ്യനെ വിവരിക്കുന്നത്. അതാണ് അതിൻ്റെ അകത്തെ അപ്പൻ്റെ പേരിലൂടെയാണ് അപ്പനുമായി ബന്ധപ്പെടുത്തിയാണ് അവനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ബർത്തിമേയൂസ്, തിമേയൂസിൻ്റെ പുത്രൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബന്ധം പറഞ്ഞെങ്കിലും
നാടകീയമായി പറഞ്ഞാൽ അവൻ ഏകനാണ്, അവൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, അവൻ തെരുവിൽ വന്നിരുന്ന് ഭിക്ഷയാചിച്ച് ജീവിക്കുകയാണ്, വീട്ടിലല്ല. അത് ഓർക്കണം, അവൻ ഏകനാണ്. ബർത്തിമെയൂസ് എന്ന് പറഞ്ഞാൽ ആദരവിൻ്റെ പുത്രൻ. ഒന്ന് തിമയോസിൻ്റെ പുത്രൻ, മറ്റേ ആദരവിൻ്റെ പുത്രൻ. അവനായിരിക്കുന്ന അവസ്ഥയ്ക്ക് നേരെ വിപരീതമാണ് ആ വാക്ക് എന്ന് നമുക്ക് തോന്നുകയാണ്. സെൻറ്റ് അഗസ്റ്റിൻ്റെ ഒരു പ്രസംഗത്തെ ആസ്പദമാക്കിയാണ് മാർപ്പാപ്പ ഈ വ്യാഖ്യാനം നൽകുന്നത്. സെൻറ്റ് അഗസ്റ്റിൻ്റെ വലിയ പിൻഗാമിയാണല്ലോ നമ്മുടെ മാർപ്പാപ്പ. ആ വിവരം കൂടി ഓർക്കണം. യഹൂദ സംസ്കാരത്തിൽ ആ പേരിന് വളരെ ഉള്ളതിനാൽ ബർത്തിമെയൂസ് തനിക്ക് ലഭിച്ച വിളിക്കനുസൃതം ജീവിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന അർത്ഥമാണ് അതിനുള്ളത്. വലിയ ആദരവിൻ്റെ മകൻ, ആദരവ് കിട്ടേണ്ടവനാണ്. അത് അവന് അവനങ്ങനെ ജീവിച്ചില്ല, അതവന് കിട്ടിയില്ല. അതുകൊണ്ട് ആ ഒരു അന്തസ്സിലല്ല അവൻ ജീവിച്ചത് എന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടർത്ഥമുണ്ട്, ബർത്തിമെയൂസിൻ്റെ പുത്രൻ, മറ്റേ ആദരവിൻ്റെ പുത്രൻ. അപ്പം ഈ വാക്കുകൾ എടുത്ത് നമ്മൾ വ്യാഖ്യാനിച്ചാലുണ്ട്. ആദരവ് അവന് ലഭിക്കുന്നില്ല. പിന്നെ ഈശോയുടെ പിന്നാലെ നടക്കുന്ന വലിയ ആൾക്കൂട്ടത്തിൻ്റെ ചലനം പോലെ അല്ല ബർത്തിമെയൂസ്. മറ്റവരെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ചലനമാണ് അവിടെയുള്ളത്, ഈശോയുടെ പിറകെ നടക്കുകയാണ്. ഇവൻ്റെ അവസ്ഥ എന്താണ്? അവൻ നിശ്ചലനാണ്, അവൻ വഴിയരികിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം കാലിൽ എഴുന്നേറ്റ് യാത്ര തുടരാൻ ആരുടെയെങ്കിലും സഹായം ആവശ്യമാണെന്നും സുവിശേഷകൻ പറയുന്നത് പോലെയാണത്. കാലിൻ്റെ സ്വാധീന ശക്തി കുറഞ്ഞാൽ നമുക്ക് നടപ്പില്ലാതെ വരും. അപ്പോൾ ഇവന് മറ്റുള്ളവരുടെ സഹായം കൂടാതെ നടക്കാനും പറ്റില്ല. യാതൊരു പോൺവഴിയുമില്ലാത്ത സാഹചര്യത്തിൽ അകപ്പെട്ടതായി തോന്നിയതിനാൽ, അങ്ങനെ തോന്നിയാൽ, അവനല്ല നമുക്കും തോന്നിയാൽ എന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഒരു ചോദ്യം. നമുക്ക് ഒരു വഴിയില്ല, എന്ത് ചെയ്യാൻ കഴിയും? നമുക്കുള്ളതും നമുക്ക് അവകാശപ്പെട്ടതുമായ വിഭവങ്ങളെ ആകർഷിക്കാൻ ബർത്തിമെയൂസ് നമ്മെ പഠിപ്പിക്കുന്നു. ചില കാലും മേല, നടക്കാൻ മേല, പക്ഷേ ചിലത് അവനുള്ളത് സ്വരമാണ്, സ്വരം അവനുണ്ട്. അതുകൊണ്ട് നമുക്കുള്ളത്, അതാണ് മാർപ്പാപ്പ പറയുന്നത്, നമുക്ക് അവകാശപ്പെട്ടതാണ്, നമുക്കുള്ളതാണ്. ആ ഉള്ള വിഭവങ്ങളെ, ആ ശക്തിയെ, ആ കഴിവുകളെ ഉപയോഗിക്കണം എന്നാണ് ബർത്തിമെയൂസ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അവനൊരു യാചകനാണ്, എങ്ങനെ ചോദിക്കണമെന്ന് അവനറിയാം. യാചകന്മാർ നമ്മളോട് അവർക്ക് കൈ നീട്ടുമ്പോൾ നമുക്കറിയാമല്ലോ അവർ പറയുന്നത്, അവനെങ്ങനെ പറയണമെന്നറിയാം. നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുകയും നമ്മളെല്ലാവരും അവനെ കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുകയാണ്. അതങ്ങനെ തന്നെ മതിയെന്ന് പറയുകയും ചെയ്താലും ശരിക്കും എന്തെങ്കിലും നിങ്ങൾ ആവശ്യമെങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങൾ കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തെ പറ്റിയും. മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുകയാണ്, നീ അങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയിടാന്ന് പറയുകയാണ്, നമ്മളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പരിശ്രമിക്കും, അത് ചെയ്യുമെന്നാണ്. നിങ്ങളതിനായി നിലവിളിച്ചു കൊണ്ടിരിക്കും, അതാണ് ചെയ്യേണ്ടത്. ഇവൻ ചെയ്തതും അതുതന്നെയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അവിടെ നിന്നാണല്ലോ നമ്മൾ വായിച്ചത്. അവൻ വിളിച്ചു പറഞ്ഞു, ഈശോയെ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കരുണയുണ്ടാകണമേ. അതാണ് അവൻ്റെ വിളിച്ചപേക്ഷിക്കൽ. ആ നിലവിളി മാർപ്പാപ്പ വീണ്ടും അല്പം ചരിത്രപരമായി പറയുകയാണ്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയായി മാറി ഇവൻ്റെ ഈ പ്രാർത്ഥന. അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കരുണയുണ്ടാകണമേ. ഇത് വലിയ അത്ഭുതകരമായൊരു പ്രാർത്ഥനയാണ് നമ്മളൊക്കെ ചൊല്ലുന്നത്. പൗരസ്ത്യ പാരമ്പര്യം ഇത് ആവർത്തിക്കുന്നത് വഴി ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകുമെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവപുത്ര, പാപിയായ എന്നിൽ കരുണയുണ്ടാകണമേ. ഇതൊരു മനോഹരമായ പ്രാർത്ഥനയാണ്, നാം എല്ലാം നടത്തേണ്ടതാണ്. അവനിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്.
അതുകൊണ്ടാണ് ബർത്തിമേയോസ് നമുക്ക് വലിയൊരു പാഠം നൽകുന്നത്. ബർത്തിമേയോസ് അന്ധനാണ്. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, നമുക്ക് തോന്നും, വൈരുദ്ധ്യമെന്ന് തോന്നും, അവൻ മറ്റുള്ളവരെക്കാൾ നന്നായി കാണുന്നവനാണ്. മറ്റുള്ളവർ കണ്ടതിനേക്കാൾ ഈശോ ആരാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അവൻ അവിടെ ഇരിക്കുമ്പോഴും അവൻ തിരിച്ചറിയുന്നു. അവൻ്റെ നിലവിളിക്ക് മുന്നിൽ ഈശോ നിൽക്കുകയും ചെയ്തു. നമ്മൾ കണ്ടല്ലോ, അവനെ വിളിക്കുകയും ചെയ്തു. കാരണം ദൈവം കേൾക്കാത്ത ഒരു നിലവിളിയുമില്ല. ഇതാണ് പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പാഠം ബൈബിളിൽ നമുക്ക് നൽകുന്നത്. കേൾക്കാത്ത ഒരു നിലവിളിയില്ല. എത്രയോ പേര് പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചു കേട്ടില്ല, ദൈവം എന്നെ കേട്ടില്ല, എനിക്ക് ദൈവത്തിന് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ മാർപ്പാപ്പ ഇവിടെ നമ്മോട് പറയുകയാണ്, ദൈവം കേൾക്കാത്ത ഒരു നിലവിളിയുമില്ല. നമ്മൾ അവനെയാണ് വിളിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും എന്ന് പറയുകയാണ്. പുറപ്പാടിൻ്റെ ഒരു പുസ്തകം മാർപ്പാപ്പ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്, 2-ാം അധ്യായം 23. നമ്മൾ അറിയുന്നില്ലായിരിക്കും ആരെയാണ് വിളിക്കുന്നത്, പക്ഷേ ദൈവം അറിയുന്നുണ്ട്. ഈശോ പെട്ടെന്ന് അന്ധന് മുന്നിലേക്ക് പോകുന്നില്ല എന്നത് വിചിത്രമായി തോന്നിയേക്കാം. അവനെ വിളിച്ചു, പക്ഷേ കർത്താവ് അങ്ങോട്ട് ചെല്ലുന്നില്ല. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ബർത്തിമേയോസിൻ്റെ ജീവിതം വീണ്ടും ഊർജ്ജസ്വലമാക്കാനുള്ള വഴിയാണതെന്നും മനസ്സിലാക്കാം. അങ്ങോട്ട് ചെല്ലാത്തത് അവൻ്റെ ജീവിതത്തെ ഊർജ്ജസ്വലമാക്കാനാണ്. കാലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നടക്കാനുള്ള ശക്തി കുറവാണ്. അവനെ ആരെങ്കിലും സഹായിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. നടക്കാനുള്ള അവൻ്റെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേൽക്കാൻ ഈശോ അവനെ പ്രേരിപ്പിക്കുന്നു. അതാണ് ചെയ്തത്. നടക്കാൻ മേലാതെ ഇരിക്കുന്നു. ആ ഇരിപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ആ കഴിവിൽ അവന് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന അവനെ നടക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ആ മനുഷ്യന് തൻ്റെ കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. മരണവേദനയിൽ നിന്ന് അവന് എഴുന്നേൽക്കാൻ കഴിയും. എന്നാൽ ഇത് സാധിക്കുന്നതിന് അവൻ വളരെ അർത്ഥവത്തായ ഒരു പ്രവൃത്തി ചെയ്യണം. അവൻ തൻ്റെ പുതപ്പ് വലിച്ചെറിയണം. അവനൊരു പുതപ്പൊക്കെ പുതച്ചാണ് നിന്നിരുന്നത്. അത് വലിച്ചെറിയണമെന്ന് അവൻ തോന്നി. അവനത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കർത്താവിൻ്റെ പക്കലേക്ക് വരുന്നത്. ഒരു യാചകനെ സംബന്ധിച്ചിടത്തോളം ഈ പുതപ്പിനെ പറ്റി മാർപ്പാപ്പ ചില ചിന്തകൾ പറയുകയാണ്, നമുക്ക് മനസ്സിലാക്കണം. യാചകനെ സംബന്ധിച്ചിടത്തോളം പുതപ്പ് അവൻ്റെ എല്ലാമാണ്. ഒരു പാവപ്പെട്ടവന് വേറൊന്നുമില്ല. അതാണ് അവനെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുന്നത്. അതില്ലാതെ അവന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ജെറുസലേമിലൊക്കെ ജെറീക്കോയിലൊക്കെ ഭയങ്കരമായ തണുപ്പുള്ള കാലഘട്ടത്തിൽ അത് അവൻ്റെ സുരക്ഷയും അവൻ്റെ ഭവനവും അവൻ്റെ രക്ഷാകവചവുമാണ് എന്ന് മാർപ്പാപ്പ പറയുന്നു. അതാണ് ബൈബിളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിയമം പോലും ഇങ്ങനെയാണ്. നിയമം പോലും ഉണ്ട്. യാചകൻ്റെ പുതപ്പിന് സംരക്ഷണം നൽകുന്നു. അവിടെ നിയമം ഒരു പണയമായി എടുത്താൽ വേറെ ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് അവന് പണം കിട്ടാൻ വേണ്ടി അവൻ്റെ പുതപ്പാണ് കൊടുക്കുന്നതെങ്കിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് അത് തിരികെ നൽകണമെന്നാണ് നിയമം. പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25 നമ്മളത് വായിക്കും. ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. പുതപ്പ് അവൻ പണം തന്നില്ലെങ്കിൽ പോലും തിരിച്ചു കൊടുക്കണമെന്നാണ് ദൈവത്തിൻ്റെ നിയമം അവർക്ക് ഉള്ളത്. എന്നിരുന്നാലും പലപ്പോഴും നമ്മുടെ തന്നെ സംരക്ഷണത്തിന് നാം ധരിക്കുന്നതും എന്നാൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മെ തടസ്സപ്പെടുത്തുന്നതും ഈ സുരക്ഷാ സംവിധാനമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഇത് നമ്മുടെ സുരക്ഷിതമാണെന്നും പറഞ്ഞ് വെച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഉപേക്ഷിച്ചുകൊണ്ടാണ് അവൻ കർത്താവിൻ്റെ പക്കലേക്ക് പോകുന്നത്. ഈശോയുടെ അടുക്കൽ പോയി സൗഖ്യം പ്രാപിക്കുന്നതിന് ബർത്തിമേയോസ് തൻ്റെ എല്ലാ ദൗർബല്യങ്ങളിലൂടെയും സ്വയം വെളിപ്പെടണം. തന്നെ വെളിപ്പെടണം, തൻ്റെ ദൗർബല്യങ്ങൾ. രോഗശാന്തിയിലേക്കുള്ള ഏതൊരു യാത്രയിലെയും ആദ്യ പടി ഇതാണ് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ദൗർബല്യങ്ങളും വേദനകളും എല്ലാം നമ്മൾ കാണണം. ഈശോ അവനോട് ചോദിക്കുന്നു, അവന് ചെന്നപ്പോൾ ചോദിക്കുന്ന ചോദ്യം പോലും വിചിത്രമാണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. അത് നമുക്ക് തോന്നും വിചിത്രമാണ്. എന്താണ് ചോദിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നീ എന്നിൽ കനിയണമേ നാം പ്രാർത്ഥിച്ച് എന്താണ് നിനക്ക് വേണ്ടത്? ഞാനെങ്ങോ വായിച്ചു,
ഈ കൃത്യം പറയുക ദൈവത്തോട്, എനിക്ക് എന്താ വേണ്ടത്. പൊതുവിലുള്ള പ്രാർത്ഥനകളാണ്, നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി ദൈവത്തോട് പറയുക, അത് അറിയുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും അതാണ് അവൻ്റെ പ്രശ്നം. 38 വർഷമായി ബെഡ്സൈദ കുളത്തിൽ കിടന്ന മനുഷ്യൻ്റെയും പ്രശ്നം ഇതാണ്. പരാതിയും പറഞ്ഞിരിക്കുക. കർത്താവ് അവൻ്റെ അടുക്കൽ വന്നപ്പോഴും അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ രോഗങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല. അതൊരു സാധാരണ കാര്യമാണ്. പലരും അതിനോടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, രക്ഷപ്പെടുന്നതിനുള്ള ഒരു മാർഗവും സ്വീകരിക്കുന്നില്ല എന്നത് ഒരു അപകടകരമായ കാര്യമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നിസ്സംഗരായി നിൽക്കാൻ നാം താല്പര്യം കാണിക്കാറുണ്ട് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ബർത്തിമേയോസിൻ്റെ മറുപടി വളരെ ആഴത്തിലുള്ളതാണ്. എന്താണ് അവൻ പറയുന്നത്? അതിൻ്റെ ഗ്രീക്ക് പദം തന്നെ വായിച്ചാൽ അതാണ് കാണിക്കുക. അതിൻ്റെ അർത്ഥം വീണ്ടും കാണണം എന്നാണ് അവൻ പറയുന്നത്. വീണ്ടും കാണണം. നമുക്കതിനെ മുകളിലേക്ക് നോക്കുക എന്നും വിവർത്തനം ചെയ്യാം. എന്നെ മുകളിലേക്ക് നോക്കാൻ അനുവദിക്കണമെന്ന് അതിനർത്ഥമുണ്ട്. തീർച്ചയായും ബർത്തമേയോസ് വീണ്ടും കാഴ്ച പ്രാപിക്കാൻ മാത്രമല്ല, തൻ്റെ അന്തസ്സ് വീണ്ടെടുക്കാനും ആഗ്രഹിക്കുന്നു. അവന് കിട്ടണം. യാചകനാണെന്നും പറഞ്ഞ് അവഗണിക്കപ്പെടാൻ ഇടയാകരുത് എന്ന അർത്ഥം. മുകളിലേക്ക് നോക്കണമെങ്കിൽ നമ്മൾ തല ഉയർത്തണം. തല കുനിഞ്ഞു പോയി, പലരുടെയും തല കുനിഞ്ഞിരിക്കുകയാണ്. നേരെ പൊങ്ങണം. ജീവിതം അവരെ അവഗണിച്ചതിനാൽ എന്ന് പറഞ്ഞാൽ അവഗണിച്ചു എല്ലാവരും. ചിലപ്പോഴൊക്കെ ആളുകൾ കുടുങ്ങിപ്പോകുന്നു. അവർ വീണ്ടും അവരുടെ മൂല്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന അവൻ്റെ മൂല്യമാണ്. അതുകൊണ്ടാണ് ആദരവോടെ കർത്താവ് അവനെ കാണുന്നത്. ബർത്തിമേയോസിനെയും നമ്മളെയും രക്ഷിക്കുന്നത് വിശ്വാസമാണ്. അടുത്ത പോയിന്റ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നു. ഈശോ സുഖപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സ്വതന്ത്രരാകാൻ കഴിയും. തന്നെ അനുഗമിക്കാൻ ബർത്തിമേയോസിനെ കർത്താവ് വിളിക്കുന്നില്ല. അതാ മറ്റൊരു കാര്യം. സുഖപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സ്വതന്ത്രരായി നമ്മൾ വിളിക്കുന്നില്ല, മറിച്ച് പൊയ്ക്കൊള്ളാൻ അവനോട് പറയുന്നു. അങ്ങനെയാ പറയുന്നത്, നീ പോ, നീ സുഖം പ്രാപിച്ചിരിക്കുന്നു, നിൻ്റെ വിശ്വാസനെ രക്ഷിച്ചിരിക്കുന്നു. എന്നിരുന്നാൽ ഇയാൾ എന്താ ചെയ്യുന്നത്? ബർത്തിമേയോസ് ഈശോയെ അനുഗമിച്ചു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. മർക്കോസിൻ്റെ വിവരണം അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥ മാർഗമായ അവനെ അനുഗമിക്കാൻ അവൻ സ്വയം തീരുമാനിച്ചു. ഈശോ പറഞ്ഞിട്ടല്ല, അവൻ സ്വന്തമായി കർത്താവിനെ അനുഗമിക്കുകയാണ്, അവൻ്റെ ശിഷ്യനായി തീർന്നു എന്നാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, മാർപ്പാപ്പ തൻ്റെ പ്രസംഗം, തൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ രോഗങ്ങളെ വിശ്വാസത്തോടെ ഈശോയുടെ മുമ്പാകെ നമ്മൾ കൊണ്ടുവരണം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും രോഗങ്ങളെ നമ്മൾ അവനെ അറിയിക്കണം. അങ്ങനെ ചെയ്തവരുണ്ടല്ലോ. തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവരുന്ന കൂട്ടുകാരുണ്ട്. വഴിതെറ്റിപ്പോയവരായി തോന്നുന്നവരുടെയും രക്ഷപ്പെടാൻ വഴിയില്ലാതെ കിടക്കുന്നവരുടെയും വേദനയിൽ പങ്കുചേരാനും നമുക്ക് കഴിയണം. അത് മാനുഷികമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് വേണ്ടിയും നമുക്ക് നിലവിളിക്കാം. എല്ലാവർക്കും വേണ്ടി, രോഗികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ നിലവിളിക്കണം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നും നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുമെന്നും നമുക്ക് വലിയ ഉറപ്പുമുണ്ടാകണം. അതാണ് വിശ്വാസം. അത് നമ്മളെ രക്ഷിക്കും. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ആ ഉറപ്പാണ് വിശ്വാസം. എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി നമുക്ക് വീണ്ടും കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, സ്നേഹം.